ഹലോ, കുറച്ച് കയ്പ്പൊക്കെ കിട്ടിയിട്ടോ. അപ്പോൾ തലേദിവസം തന്നെ നല്ല സുർക്കിയും പിന്നെ ഉപ്പൊക്കെ ഇട്ടിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. രാവിലെ നല്ല ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ട് അടുപ്പത്ത് പലഹാരപ്പണി കഴിഞ്ഞപ്പോൾ അത് അടുപ്പത്ത് വെച്ചു കിട്ടും. അടുപ്പിൽ തന്നെ വെച്ചത് കിട്ടുക. അപ്പോൾ കുറച്ച് വീട്ടിൽ നിറയെ ചീനമുളകുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ചീനമുളക് നുള്ളിയിട്ട് വന്നു. എന്നിട്ട് ഇരിക്കണ ഇതിൽ ചതച്ചിട്ട് കണ്ട അങ്ങനെ കയ്പ്പക്കയിൽ അതും ഇട്ടു. പിന്നെ കുറച്ച് ഉപ്പും ഇട്ടു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അടുപ്പിലാണ് വെക്കണത് കേട്ടോ. ഏതായാലും അടുപ്പ് നല്ല കത്തുണ്ട്. അപ്പോൾ ഞാൻ അധികം അടുപ്പിലല്ല ഉണ്ടാക്കാറ്. അങ്ങനെ അടുപ്പത്ത് വെച്ച് അതിൽ വെള്ളമൊന്നും ഒഴിക്കില്ല കേട്ടോ. വാര വെച്ച് അതേ വെള്ളത്തിലാണ് അടുപ്പത്ത് വെച്ചിട്ട് അടച്ച് വെക്കുമ്പോൾ അതിൽ വെള്ളം ഇങ്ങനെ ഉറന്നു വരും. അങ്ങനെ ഇടക്കിടക്ക് കളക്കും, കൈ ഇങ്ങനെ മറിച്ച് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വെള്ളം വറ്റി നല്ല വറ്റിയിട്ട് അങ്ങനെ വെയിലുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോഴത്തൊന്നുമല്ല, വേനൽക്കാലത്ത് ഒന്ന് വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 3 തളികയിലാക്കിയിട്ട് 3 ഉണക്കിയെടുത്തിട്ടോ. അപ്പോൾ ചീനമുളക് ഇതിനെന്ന് പറയുന്നത് നല്ലതല്ലേ, കൊണ്ടാട്ടം നല്ല എരിവും ഉണ്ടാവും. പിന്നെ ചീനമുളക് കൊളസ്ട്രോളിന് നല്ലതാണ്, കയ്പ്പ് കൊണ്ടാട്ടം. പിന്നെ മഞ്ഞൾപ്പൊടി ഈ മേടിക്കണ കയ്പ്പൊക്കെ അപ്പോൾ അതിൽ വിഷം ഉണ്ടാകും. മഞ്ഞൾ വിഷത്തിന് നല്ലതാത്ര. അത് കാരണം ഞാൻ മഞ്ഞൾ ഇട്ടോ. അങ്ങനെ ചീനമുളകും മഞ്ഞളും ഒക്കെ ഇട്ടിട്ട് ആണ് ഞാൻ കൊണ്ടാട്ടം ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് പിന്നെ പൊരിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കാരണം എരിവും ഉണ്ടാവും. അപ്പോൾ ഇന്നിപ്പോൾ ഇന്നതാ ചെയ്യാൻ നിൽക്കുന്നത്. അങ്ങനെ 3 തളികയിലായിട്ട് ഉണക്കാട്ട് കിട്ടുക. ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഇതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. കയ്പ്പൊക്ക പച്ച ചീനമുളക് ഇട്ടിട്ട് ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നാൽ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.